ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ ഇത്. സൗകര്യങ്ങൾ കുറവാണെങ്കിലും സന്തോഷം കൂടുതലായിരുന്നു. എന്ത് രസമായിരുന്നു ഇവിടെ. നമുക്ക് അകത്തോട്ട് കയറാം. പോയിട്ട് വരാം. വരാം. ഒന്നാമത് നിങ്ങളൊരു പൂജാരി. ഇനി പട്ടിണിക്കിട്ട് ഉള്ള പാവം കൂടി ഞാൻ ഏക്കണ്ടെന്ന് കരുതിയിട്ടാ ഭക്ഷണം തരാമെന്ന് വിചാരിച്ചത്. നേരത്തെ തിരുമേനി പറഞ്ഞ പോലെ ആരെങ്കിലും രക്ഷിക്കാൻ വന്നാ പോകാനുള്ള ഉയിര് വേണ്ടേ? എന്തായാലും തിരുമേനിയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിട്ടുണ്ട്. രക്ഷിച്ചോണ്ട് പോവാനേ ആള് വന്നിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നതേ മനുഷ്യനൊന്നും അല്ല, ദേവന. സാക്ഷാൽ മൃത്യുദേവൻ. കൊണ്ടുപോകുന്നതേ കാലപുരിയിലേക്കും. അതേടോ, താനും ഇവളും ആർത്തിയോടെ വാരി തിന്നുന്നതേ വിഷവാ. തന്റെയൊക്കെ പ്രാണനെടുക്കുന്ന വിഷവാ. കുറച്ച് സമയം, വളരെ കുറച്ച് സമയം, അതിനുള്ളില് രണ്ടിനെയും മുകളിലേക്ക് കെട്ടിയെടുക്കും. മോളെ, ചിന്നു മുന്നേ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സേഫല്ല. അവരാരെങ്കിലും നമ്മളെ കണ്ടാൽ അതോടെ എല്ലാം തീരും. കുറച്ചു നേരത്തേക്ക് നമുക്ക് ഇവിടുന്ന് മാറാം. എന്നിട്ട് കുറച്ചുകൂടി രാത്രിയായിട്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും അവർ പോയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എവിടെ? പറയാം, താൻ വാ. ഇവരെല്ലാം കൂടി കൊട്ടാരത്തിൽ വന്ന് എന്തിനായിരിക്കും? അതും രമാമയും ഭദ്രമാമനും എല്ലാരും ഉണ്ടല്ലോ. അതാ എനിക്കും മനസ്സിലാവാത്ത. നമുക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട്. ഇവരെല്ലാവരും ഏതൊക്കെയോ തരത്തിൽ പരസ്പരം കണക്റ്റഡാ. നമ്മൾ അന്വേഷണത്തിന് ഇറങ്ങിയത് നിസ്സാരമായൊരു കേസിന് പുറകെ അല്ല. നമ്മൾ ഇനി മുതൽ തൊടുന്നതെല്ലാം നോക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയാവും. വേണ്ടപ്പെട്ടവരെ തന്നെ ചിലപ്പോൾ നമുക്കെതിരെ തിരിഞ്ഞെന്നും വരും. ഒന്നുകിൽ അത് കുഴപ്പമില്ലെന്ന് കരുതി മുന്നോട്ട് പോവുക. അങ്ങനെയാണ് പോകുന്നതെങ്കിൽ തൻ്റെ അച്ഛൻ്റെ കാര്യം പരങ്ങല്ലാവും. താൻ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാനൊരിക്കലും പറഞ്ഞ വാക്ക് മാറ്റില്ല. ദാസന്റെ കൂടെ ഞാൻ നിൽക്കും. ആരൊക്കെ പിണങ്ങിയാലും ആരൊക്കെ എതിരെ നിന്നാലും ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ദാസേട്ടനെ പുറത്തിറക്കിയിരിക്കും.
അതാ എന്റെ വീട്. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും സന്തോഷത്തോടെ ജീവിച്ച വീടാ അത്. ഞാൻ നട്ടുവളർത്തിയതാ ഇത്. എന്റെ സന്തോഷവും വിഷമവും പരിഭവങ്ങളും ഒക്കെ ഞാൻ പറയുന്നത് ഇതിനോടായിരുന്നു. അങ്ങനെ എന്തെല്ലാം ഓർമ്മകളുള്ള വീടാ ഇത്. എന്റെ അച്ഛൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ ഇത്. സൗകര്യങ്ങൾ കുറവാണെങ്കിലും സന്തോഷം കൂടുതലായിരുന്നു. എന്ത് രസമായിരുന്നു ഇവിടെ. വാ, നമുക്ക് അകത്തോട്ട് കയറാം. ആരൊക്കെ വരുന്നുണ്ട്? ഇനി നമ്മൾ വരുന്ന ആരും കണ്ടിട്ടുണ്ടാവോ? വാ. ഡേയ്, ആ വീട് മൊത്തം അരിച്ചു പറക്കണം. ശിവദാസനെ കൊടുക്കാനുള്ള എന്തെങ്കിലും ഇവിടുന്ന് കിട്ടാതിരിക്കില്ല. പോയി എല്ലാം അരിച്ചു പറക്ക്. ചെല്ല്.